ഹലോ എവരി വൺ. ഇന്ന് ഞാൻ വെണ്ടയ്ക്കയുടെ തീയൽ നമ്മൾ സാധാരണ വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒരു തീയൽ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 6-7 വെണ്ടയ്ക്കുള്ളൂ. അതുമാതിരി ഇങ്ങനെ കുറച്ച് നീളത്തിൽ നമുക്ക് അരിഞ്ഞ് വെക്കാം. പിന്നെ അതിലോട്ട് ഒരു 15ഓളം ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇതിലെല്ലാ പ്രിപ്പറേഷനും നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ട് വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലോട്ട് തന്നെ ചെറിയ ഉള്ളിയും ചേർക്കാം. ചുവന്നുള്ളി ചേർത്തിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് വാട്ടി വയ്ക്കാം നല്ല പോലെ. അപ്പോൾ നമ്മളതൊന്ന് വാട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലാസ്റ്റ് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമല്ലാണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ടാൽ മതിയല്ലോ, പുളി വെള്ളത്തിൽ. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കോൽപ്പുളി, പഴംപുളി എന്നൊക്കെ പറയുന്നത്, നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെന്ന് വിചാരിച്ചു നമുക്ക് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ വഴറ്റി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അരമുറി തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് നമ്മൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു പുളിയുറുമ്പിൻ്റെ നിറം, ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തിട്ട് അരച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലിട്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം കായം പൊടിയൊക്കെ ഈ തേങ്ങയിൽ തന്നെ വറുത്ത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മല്ലിപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1-2 ടീസ്പൂൺ ഇടാം. നമുക്കിന് പച്ചമുളക് ഇടുന്നില്ല. പിന്നെ നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നമുക്കതിൽ ഒരല്പം കായം പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരല്പം കായം പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ അതൊക്കെ നമ്മൾ തീ നിർത്തിയിട്ട് ചെയ്താൽ മതി. ഒരുവിധം ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ തീ നിർത്തിയിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാൽ ആ ചൂടിൽ വന്നോളും. അത്ര മതി. അല്ലെങ്കിൽ മൊരിഞ്ഞ് ആകെ കരിഞ്ഞു പോവും പൊടികൾ. അപ്പോൾ നമുക്കിത് തേങ്ങ റെഡി ആയി കഴിഞ്ഞു. പൊടികളെല്ലാം ഇതിൽ തന്നെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് അരച്ച് ചേർക്കുക വേണ്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുളി ഓൾറെഡി ഇവിടെ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പിഴിഞ്ഞിട്ട്, പുളിയുള്ള കറിയാണല്ലോ. അപ്പോൾ നമ്മളിനി വേറൊരു ചീനച്ചട്ടി വെച്ചു. ഇനി അതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്തു, 2 ടീസ്പൂണ്. ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിലാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ടു. പിന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് തന്നെ നമ്മൾ ഈ തേങ്ങ നല്ലപോലെ വെണ്ണ പോലെ അരച്ചിട്ടുള്ള തേങ്ങ അതിലോട്ട് ചേർക്കാം. അപ്പോൾ അത് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് അതൊന്ന് തിളയ്ക്കണ വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കും ചെറിയ ഉള്ളിയും ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. കാരണം ഇനി ഉപ്പ് നമ്മൾ വെണ്ടയ്ക്കും ഉള്ളിലേക്കൊക്കെ ഉള്ള ഉപ്പ് നമ്മളിതിൽ ആഡ് ചെയ്ത് റെഡിയാക്കണം. ഇനി നമ്മൾ അതിലോട്ട് ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന വെണ്ടയ്ക്കും ഇതും ചേർത്തിട്ട് ഒരുവിധം തിള വരുമ്പോൾ കേട്ടോ, ഏകദേശം ഒന്ന് ചൂടായി തിളയ്ക്കാറാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇനി ഒന്ന് തിളച്ച് സെറ്റ് ആവണ വരെ ഒന്നൊരു 5 മിനിറ്റ് കേട്ടോ, അത്രേ വേണ്ടൂ. ഓൾറെഡി വെണ്ടയ്ക്കും ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തതാണല്ലോ, വാട്ടിയെടുത്തതാണല്ലോ. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാവും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഒന്ന് കുറുകണ വരെ നമുക്കൊന്ന് ആദ്യം ഒന്ന് തള വന്നു കഴിഞ്ഞാൽ ഉടനെ സിമ്മിൽ വെക്കാം. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് കുറുക്കിയെടുക്കുക. ഒരു 5 മിനിറ്റും കൂടിയേ വേണ്ടോ ഇനി. അപ്പോൾ നമ്മൾ ചാറ് വറ്റി ഏകദേശം ഒന്ന് ചെറിയ ചാറ് മതി വരുമ്പോൾ നമുക്ക് അതിലൊരു അല്പം ശർക്കരയാണ് ഞാൻ ഇട്ടത്. ഒരു 2-3 ചെറിയ പീസസ് ശർക്കര, ഒന്ന് പുളി ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറി സെറ്റായി കഴിഞ്ഞു. അപ്പോൾ തീയൽ നമുക്ക് സാധാരണ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. എല്ലാ പച്ചക്കറികൾ കൊണ്ട് നമ്മൾ തീയലുണ്ടാക്കും. ഇതിൽ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുള്ള തീയലാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് തോരനും പപ്പടവും ഒക്കെ ആയിട്ട് സമൃദ്ധിയായിട്ട് ചോറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്